Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 6 വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ടഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ദെൻ സെൻട്രൽ സെർവർ അൽഗോരിതം ആൻഡ് റിംഗ് ബേസ്ഡ് അൽഗോരിതം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോപ്പിക്സിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ബേസിക് ആയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആണ് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഒരു കൺകറന്റ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ, എന്താണ് കൺകറൻസി എന്ന് പറഞ്ഞാൽ. അതായത് സെവറൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സെവറൽ പാർട്സ് ഓഫ് എ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, ഒരുമിച്ച് റൺ ചെയ്യാണ്. അതായത് പാരലായിട്ട് എന്ത് ചെയ്യാണ്, റൺ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ബെറ്റർ പെർഫോമൻസ് അല്ലേ, അതിനു വേണ്ടിയിട്ടാണ്. അതാണ് കൺകറൻസി അല്ലെങ്കിൽ കൺകറന്റ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വേണ്ടി വരും? അതായത് ഒരു പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? റീസോഴ്സ് വേണം അല്ലേ. അപ്പോൾ ഒരുമിച്ച് ഇത്രയും പ്രോഗ്രാംസ് അല്ലെങ്കിൽ പാർട്സ് ഓഫ് പ്രോഗ്രാംസ് റൺ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? റീസോഴ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം എടുക്കുമ്പോൾ പാർട്സ് ഓഫ് പ്രോഗ്രാമിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഷെയർഡ് റീസോഴ്സിനെ അക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു റീജിയനെയാണ് എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്തിനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്? അതായത് എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ആ ഏരിയനെ എന്ത് ചെയ്യേണ്ടി വരും? പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ടി വരും. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് സെന്റൻസിൽ തന്നെ പറയുന്നത്. ഇൻ കൺകറന്റ് പ്രോഗ്രാമിംഗ്, കൺകറന്റ് ആക്സസ് ടു ഷെയർഡ് റീസോഴ്സസ് can lead to unexpected or erroneous behavior. So, parts of the program where the shared resource is accessed need to be protected in ways that avoid the concurrent access. Okay. This protected section is the critical section or critical region. Typically, the critical section accesses a shared resource such as എന്തൊക്കെയാണ് shared resource എന്ന് പറയുമ്പോൾ? Data structure ആവാം, a peripheral device or a network connection that would not operate correctly in the context of multiple concurrent access. Okay, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്രിട്ടിക്കൽ സെക്ഷൻ. എന്താണ് ക്രിട്ടിക്കൽ സെക്ഷൻ? അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം നോക്കാം. When more than one process access a same code segment, that segment is known as critical section. ഒന്നിലധികം പ്രോസസ്സുകൾ എന്ത് ചെയ്യാണ്? ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോഡ് സെഗ്മെന്റ് ആണ് അല്ലെ, ഒരു പ്രോഗ്രാമിന്റെ ഒരു പാർട്ട് ഓഫ് പ്രോഗ്രാം ആണ്. അപ്പോൾ ഒന്നിലധികം പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നു? സെയിം കോഡ് സെഗ്മെന്റ് എന്ത് ചെയ്യാണ്? ആക്സസ് ചെയ്യാണ്. അപ്പൊ ആ ഒരു സെഗ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. The critical section is a code segment where the shared variables can be accessed. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? shared variablesനെ access ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ an atomic action is required in a critical section. That is, only one process can execute in its critical section at a time. At a time, ഒരു പ്രോസസ്സിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. All the other processes have to be wait to execute in their critical section. ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടി വരും. Okay. Then, operating system faces the difficulties in allowing and disallowing the process from entering the critical section. അപ്പോൾ എന്താണ് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതായത് റീസോഴ്സ് ഷെയർഡ് വേരിയബിൾസിനെ എന്ത് ചെയ്യാൻ പറ്റും? അക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഷെയർഡ് റീസോഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? അക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് അറ്റ് എ ടൈം കടക്കാൻ പറ്റില്ല. അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമാണ് അതിന്
പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് വന്നു? കുറെ പ്രോസസ്സുകൾക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ അല്ലെ, അതായത് കൺകറൻസി ആണ് അല്ലെ, കൺകറന്റ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഒന്നിലധികം പ്രോസസ്സുകൾക്ക് എന്തായിട്ട് വരികയാണ്? ആവശ്യമായിട്ട് വരികയാണ് അല്ലെ. അപ്പോൾ അവിടെ എന്ത് വരും? അവിടെ ഒരു പ്രോബ്ലം വരുന്നുണ്ട് അല്ലെ. അതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് അറ്റ് എ ടൈം ഒരെണ്ണത്തിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ക്രിട്ടിക്കൽ സെക്ഷനിലേക്കുള്ള എൻട്രി പോസിബിൾ ആവുള്ളൂ. ഓക്കെ. The critical section problem is used to design a set of protocols which can ensure that the race condition among the process will never arise. Okay. Then a diagram that demonstrates the critical section is as follows. ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രം റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നോക്കിയേ, ഡു വൈൽ അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോഡ് സെഗ്മെന്റ് ആണ്. ഇതാണ് അതിന്റെ കോഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു എൻട്രി സെക്ഷൻ ഉണ്ട്, ദെൻ ഇതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ, ദെൻ എക്സിറ്റ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ എൻട്രി സെക്ഷനിൽ എന്താ ചെയ്യുക? അതായത് ഓരോ പ്രോസസ്സിനെയും എന്ത് ചെയ്യുന്നു? ക്രിട്ടിക്കൽ സെക്ഷനിലേക്കുള്ള എൻട്രി ആണ്. അപ്പോൾ എൻട്രി കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യാം? അതായത് ഷെയർഡ് റീസോഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ എക്സിക്യൂട്ട് ചെയ്യാം. പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. റീസോഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? എക്സിറ്റ് സെക്ഷൻ. അപ്പോൾ എക്സിറ്റ് സെക്ഷനിൽ എന്താ ചെയ്യുന്നത്? അതായത് ഇവിടേക്ക് വരുമ്പോൾ എന്ത് ചെയ്ത് വെച്ചു കൊടുത്തു? റീസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്ത് വെച്ചു കൊടുത്തു. അലോക്കേറ്റ് ചെയ്ത റീസോഴ്സിനെല്ലാം എക്സിറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യും? അതിനെല്ലാം റിലീസ് ചെയ്യും അല്ലേ. റിലീസ് ചെയ്യാൻ മാത്രമല്ല ഇൻഫോം ചെയ്യും. അതായത് മറ്റു പ്രോസസ്സുകളെ ഇൻഫോം ചെയ്യും. ക്രിട്ടിക്കൽ സെക്ഷൻ ഫ്രീ ആയി എന്നുള്ളത് ഇൻഫോം ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. In the above diagram, the entry section handles the entry into the critical section. It acquires the resources needed for execution by the process. Then the exit section handles the exit from the critical section. It releases the resources and also inform the other process that critical section is free. Okay. ഇനി നമുക്ക് നോക്കേണ്ടത് solution to the critical section problem. അപ്പോൾ solution to the critical section problem എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പ്രോസസ്സുകൾ തമ്മിൽ എന്ത് വേണം? ഒരു സിങ്ക്രണൈസേഷൻ വേണം അല്ലേ. അപ്പൊ അതാണ് പറയുന്നത്. The critical section problem need a solution to synchronize the different process. The solution to the critical section problem must satisfy the following conditions. അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അപ്പോൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം വൺ പ്രോസസ്സിനാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ പ്രോസസ്സുകൾക്കും എന്ത് ചെയ്യേണ്ടി വരും? അത് ഫ്രീ ആവുന്നത് വരെ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷനിൽ പറയുന്നത്. ഇനി നോക്കേണ്ടത് പ്രോഗ്രസ്. പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ the progress means that if a process is not using the critical section, then it should not stop any other process from accessing it. Okay. അപ്പോൾ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു പ്രോസസ്സിനെ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പക്ഷെ ആ പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ പാടില്ല? ആ യൂസ് ചെയ്യാനായിട്ടുള്ളതിന് അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടില്ല. In other words, any process can enter a critical section if it is free. Then bounding waiting. Bounded waiting. അപ്പോൾ ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് വെയിറ്റിംഗ് മീൻസ് ദാറ്റ് ഈച്ച് പ്രോസസ് മസ്റ്റ് ഹാവ് എ ലിമിറ്റഡ് വെയിറ്റിംഗ് ടൈം. ഓരോ പ്രോസസ്സിനും ഓരോ വെയിറ്റിംഗ് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ വെയിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻട്രി ചെയ്യാം. ഇറ്റ് ഷുഡ് നോട്ട് വെയിറ്റ് എൻലെസ്ലി ടു ആക്സസ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ എന്ത് ചെയ്യണം? ഓരോ പ്രോസസ്സ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഓക്കെ, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ബേസിക് ആയുള്ള കാര്യമാണ്. ഇനി തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ശരിക്കുള്ള ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എന്താണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് മനസ്സിലായല്ലോ അല്ലേ. അതായത് എന്തിനാണ്? പ്രിവെന്റ് റേസ് കണ്ടീഷൻസ് അല്ലേ. അതായത് പ്രോസസ്സുകളിൽ റേസ് കണ്ടീഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ യൂസ് ചെയ്യുന്നത്. Then concurrent access of process to a shared resource of data is executed in mutually exclusive manner. നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
It is the requirement that a process cannot enter its critical section while another concurrent process is concurrently present or executing in its critical section. That is, only one process is allowed to execute the critical section at any given instance of time. ഒരു പ്രോസസ് അതിന് ക്രിട്ടിക്കൽ സെക്ഷൻ അല്ലേ, ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് ഒരു പ്രോസസ്സ് വന്നു, അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേറൊരു പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അത് എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഇൻ സിംഗിൾ കമ്പ്യൂട്ടർ സിസ്റ്റം വേഴ്സസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അതായത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതായത് സിംഗിൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ. അപ്പോൾ എന്താണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് എന്താണ്, ഇന്റർലീവിങ് പ്രോസസ്സുകളുടെ ഇന്റർലീവിങ് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്ത് കളയണം. അതായത് രണ്ട് പ്രോസസ്സുകൾക്ക് കൺകറന്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു പ്രോസസ്സിന് മാത്രമാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻ സിംഗിൾ കമ്പ്യൂട്ടർ സിസ്റ്റം മെമ്മറി ആൻഡ് അതർ റീസോഴ്സസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പ്രോസസ്സസ്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഓഫ് ഷെയർ റീസോഴ്സസ് അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ ഇൻ ദി ഷെയർഡ് മെമ്മറി. സോ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഷെയർഡ് വേരിയബിൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രോബ്ലം ക്യാൻ ബി ഈസിലി സോൾവ്. അതായത് ഇന്റർലീവിങ് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലാണെങ്കിൽ, ഇവിടെയാണെങ്കിൽ നെയ്തർ ഹാവ് ഷെയർഡ് മെമ്മറി നോർ എ കോമൺ ഫിസിക്കൽ ക്ലോക്ക് ആൻഡ് therefore we cannot solve mutual exclusion problem using shared variable. ഇവിടെ shared variables യൂസ് ചെയ്തിട്ട് mutual exclusion problem, അതായത് ഇന്റർലീവിങ് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. ഈ കേസിൽ, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം കേസിൽ എങ്ങനെയാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാം, അതായത് ബേസ്ഡ് ഓൺ മെസ്സേജ് പാസിംഗ് മെത്തേഡ്. മെസ്സേജ് പാസിംഗ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അതായത് പ്രോസസ്സ് ഇന്റർലീവിങ് എലിമിനേറ്റ് ചെയ്ത് കളയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതാണ് നമുക്ക് നോക്കേണ്ടത്, ഡിസ്ട്രിബ്യൂട്ടഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഷെയർഡ് വേരിയബിൾസ് അതുപോലെ തന്നെ ലോക്കൽ കേർണൽസ് യൂസ് ചെയ്തിട്ട് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ മെസ്സേജ് പാസിംഗ് തന്നെ വേണം. അത് യൂസ് ചെയ്തിട്ടാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതം മസ്റ്റ് ഡീൽ വിത്ത് അൺപ്രഡിക്റ്റബിൾ മെസ്സേജ് ഡിലേസ് ആൻഡ് ഇൻകംപ്ലീറ്റ് നോളേജ് ഓഫ് ദി സിസ്റ്റം സ്റ്റേറ്റ്. ഇത് നമുക്ക് നോക്കേണ്ടത് 3 basic approaches for distributed mutual exclusion. First വരുന്നത് എന്താണ്, ടോക്കൺ ബേസ്ഡ് അപ്രോച്ച്, then നോൺ ടോക്കൺ ബേസ്ഡ് അപ്രോച്ച്, then quorum based approach. ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ടോക്കൺ ബേസ്ഡ് അപ്രോച്ച്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ പ്രോസസ്സുകൾക്കും യൂണീക്ക് ആയുള്ള ഒരു ടോക്കൺ ഉണ്ടായിരിക്കും. എ യൂണീക്ക് ടോക്കൺ ഈസ് ഷെയർഡ് എമംഗ് ദി സൈറ്റ്സ് എന്ന് പറയുന്നത് പ്രോസസ്സിനെയാണ് കേട്ടോ സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സുകൾക്ക് ഈ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ, ഓരോ പ്രോസസ്സുകൾക്കും യൂണിക് ആയുള്ള ടോക്കൺ ഉണ്ടായിരിക്കും. ആ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് അതിനെ എൻ്റർ ചെയ്യാം. അപ്പോൾ എ സൈറ്റ് ഈസ് അലൗഡ് ടു എൻ്റർ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ, അതാണ് CS എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് possess ദി ടോക്കൺ. അപ്പോൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഈസ് എൻഷുർഡ് ബിക്കോസ് ദി ടോക്കൺ ഈസ് യൂണിക്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നോൺ ടോക്കൺ ബേസ്ഡ് അപ്രോച്ച്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ടോക്കൺ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, അതിന് പകരം എന്താണ്, അതായത് ഓരോ പ്രോസസ്സുകൾ തമ്മിൽ, അതായത് ബിറ്റ്വീൻ പ്രോസസ്സുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, മെസ്സേജ് പാസ് ചെയ്യുന്നു. അതായത് ഏത് പ്രോസസ്സാണ് അടുത്തതായിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത് പ്രോസസ്സുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, 2 or more successive rounds of messages are exchanged among the sites to determine which site will enter the CS next. ടോക്കൺ ബേസ്ഡ് ആണെങ്കിൽ ഓരോ പ്രോസസ്സുകൾക്കും ടോക്കൺ ഉണ്ട്, ഓരോന്നിനും ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ ടോക്കൺ എന്ന് പറയുന്നത് എന്താ, അതിലേക്കുള്ള പെർമിഷൻ ആണ്, ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ ആണ് ടോക്കൺ എന്ന് പറഞ്ഞാൽ. അത് കിട്ടിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് പോവാം. നോൺ ടോക്കൺ ആണെങ്കിലോ മെസ്സേജ് വഴിയാണ്, അതായത് ഓരോ പ്രോസസ്സുകൾ തമ്മിൽ മെസ്സേജ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത് ഏതാണ് അടുത്തത് പോകേണ്ടത്, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് ഏതാണ് അടുത്തത് എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ള പെർമിഷൻ നോക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നോക്കേണ്ടത് ക്വോറം ബേസ്ഡ് അപ്രോച്ച്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈച്ച് സൈറ്റ് അതായത് പ്രോസസ് റിക്വസ്റ്റ് പെർമിഷൻ ടു എക്സിക്യൂട്ട് ദി ക്രിട്ടിക്കൽ സെക്ഷൻ ഫ്രം എ സബ്സെറ്റ് ഓഫ് സൈറ്റ്സ്. അപ്പം അതിനെയാണ് എന്ന് പറയുന്നത് ക്വോറം എന്ന് പറയുന്നത്. അപ്പോൾ എനി ടു ക്വോറംസ് കണ്ടെയ്ൻ എ കോമൺ സൈറ്റ്. Then this common site is responsible to make sure that only one request execute the critical section at any time. അതാണ് ക്വോറം ബേസ്ഡ് അപ്രോച്ചിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് റിക്വയർമെന്റ്സ് ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അൽഗോരിതം. അതിൽ ഫസ്റ്റ് പറയുന്നത് സേഫ്റ്റി പ്രോപ്പർട്ടി, അതായത് അറ്റ് എ ടൈം ഒരു പ്രോസസ്സിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ദി ക്രിട്ടിക്കൽ സെക്ഷൻ. നെക്സ്റ്റ് എന്താണ് ലീവ്നെസ് പ്രോപ്പർട്ടി, അതായത് ദിസ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്സ് ദി ആബ്സെൻസ് ഓഫ് ഡെഡ്ലോക്ക് ആൻഡ് സ്റ്റാർവേഷൻ, അതായത് two or more sites should not endlessly wait for messages which will never arrive. Okay. Next വരുന്നത് fairness, അതായത് എല്ലാ പ്രോസസ്സിനും എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം, എല്ലാത്തിനും എന്ത് വേണം, ചാൻസ് കൊടുക്കണം. അപ്പോൾ അതെന്ന് പറയുന്നത് സിസ്റ്റത്തിലേക്ക് അറൈവ് ചെയ്യുന്ന ഓർഡർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഓരോ പ്രോസസ്സിനും ക്രിട്ടിക്കൽ സെക്ഷനിലേക്കുള്ള എൻട്രി കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് പെർഫോമൻസ് മെട്രിക്സ് ആണ്. അപ്പോൾ ദി പെർഫോമൻസ് ഈസ് ജനറലി മെഷർഡ് ബൈ ദി ഫോളോയിങ് മെട്രിക്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് മെസ്സേജ് കോംപ്ലക്സിറ്റി, ദി നമ്പർ ഓഫ് മെസ്സേജസ് റിക്വയർഡ് പെർ ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂഷൻ ബൈ എ സൈറ്റ്, അതായത് പ്രോസസ്. നെക്സ്റ്റ് എന്താ, സിങ്ക്രണൈസേഷൻ ഡിലേ, ആഫ്റ്റർ എ പ്രോസസ് ലീവ്സ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ it is the time required and before the next site enters the CS. അതായത് ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ഒരു പ്രോസസ്സ് ലീവ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അതിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു ടൈം അല്ലേ, ഒരു ഡിലേ, അതാണ് സിങ്ക്രണൈസേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഒന്ന് ലീവ് ചെയ്തു, അടുത്തത് എൻ്റർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം. ഓക്കെ. ദെൻ റെസ്പോൺസ് ടൈം, the time interval a request wait for its critical section execution to be over after its request message have been sent out. അതാണ് റെസ്പോൺസ് ടൈം. Then next നമുക്ക് നോക്കേണ്ടത് bandwidth consumption. ഇവിടെ എന്ന് പറയുന്നത് which is proportional to number of messages sent in each entry and exit operation. Okay. ഇനി നോക്കേണ്ടത് throughput of the system, അതായത് ഒരു ഫുൾ സിസ്റ്റത്തിൽ വരുന്ന കളക്ഷൻ ഓഫ് പ്രോസസ്സുകൾ, എത്ര പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കൽ സെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട്. റേറ്റ് അറ്റ് വിച്ച് ദി കളക്ഷൻ ഓഫ് പ്രോസസ് ആസ് എ ഹോൾ ക്യാൻ ആസസ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ എന്ന് പറയുന്നത് മെഷർ ചെയ്യണത് എങ്ങനെ മെഷർ ചെയ്യാം, യൂസിങ് സിങ്ക്രണൈസേഷൻ ഡിലേ ബിറ്റ്വീൻ വൺ പ്രോസസ് എക്സിറ്റിംഗ് ദി ക്രിട്ടിക്കൽ സെക്ഷൻ ആൻഡ് നെക്സ്റ്റ് പ്രോസസ് എൻ്ററിങ് ഇറ്റ്. ഓക്കെ. ഇത് നോക്കേണ്ടത് സിസ്റ്റം ത്രൂപുട്ട് എന്ന് പറയുന്നത് ദി റേറ്റ് അറ്റ് വിച്ച് ദി സിസ്റ്റം എക്സിക്യൂട്ട് റിക്വസ്റ്റ് ഫോർ ദി CS. അപ്പോൾ സിസ്റ്റം ത്രൂപുട്ട് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ST പ്ലസ് E. ST എന്ന് പറയുന്നത് എന്താ, സിങ്ക്രണൈസേഷൻ ഡിലേ, ആൻഡ് E എന്ന് പറയുന്നത് ആവറേജ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂഷൻ ടൈം. ഓക്കെ. ഇത് നമുക്ക് നോക്കേണ്ടത് സെൻട്രൽ സെർവർ അൽഗോരിതം. അപ്പോൾ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ദി സിംപ്ലസ്റ്റ് വേ ടു ഗ്രാൻഡ് പെർമിഷൻ ടു എൻ്റർ ദി ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ടു എംപ്ലോയ് എ സെർവർ. ഒരു സെർവറിനെ എന്ത് ചെയ്യാണ്, എംപ്ലോയ് ചെയ്യാണ്. അപ്പോൾ പ്രോസസ്സ് എന്ത് ചെയ്യും, പ്രോസസ്സിന് എന്ത് വേണം, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ട റിക്വസ്റ്റ് മെസ്സേജ് സെർവറിലേക്ക് കൊടുക്കും. സെർവർ എന്ത് ചെയ്യും, അതിന് റിപ്ലൈ ചെയ്യും. അപ്പോൾ ആ റിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ റിപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഒരു ടോക്കൺ വഴിയാണ്. A reply contains a token giving the permission to enter the critical section. അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തു, തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയാണ്, ടോക്കൺ വഴിയാണ്. അപ്പോൾ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ, ടോക്കൺ എന്ന് പറയുന്നത് എന്താണ്, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു പെർമിഷനാണ്. പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ. If no other process has the token at the time of request, then the server reply immediately granting the token. അതായത് ഇപ്പോൾ കുറേ പ്രോസസ്സുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തു, റിക്വസ്റ്റ് ചെയ്തു.
അപ്പൊ അതിന് തൊട്ട് മുന്നായിട്ട് തന്നെ വേറൊരു പ്രോസസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ടോക്കൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ടോക്കൺ എവിടെയുള്ളത്, മുന്നേ റിക്വസ്റ്റ് ചെയ്ത പ്രോസസ്സിലാണ് ടോക്കൺ ഉള്ളത്. അതായത് ഇപ്പൊ ക്രിട്ടിക്കൽ സെക്ഷനിൽ ആരും ഉള്ളത്, മുന്നത്തെ പ്രോസസ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സെർവറിന് ഇപ്പൊ പുതുതായിട്ട് വന്ന പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ടോക്കൺ കൊടുക്കാനായിട്ട് പറ്റില്ല. ഇനി അല്ല, ഒരു പ്രോസസ്സിന്റെ കയ്യിലും ടോക്കൺ ഇല്ല, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇപ്പൊ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, സെർവറിന് എന്ത് ചെയ്യാൻ പറ്റും, ടോക്കൺ കൊടുക്കാൻ പറ്റും. അതാണ് പറയുന്നത്. If token is currently held by other process, the server does not reply but queue the request. അപ്പൊ അങ്ങനെ കേസ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ റിക്വസ്റ്റിനെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ക്യൂവിലേക്ക് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ. Then when a client accessed the critical section, a message is sent to the server, give it back the token. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് എക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ പ്രോസസ് എന്ന് പറയുന്നത് സെർവറിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ടോക്കൺ എന്ത് ചെയ്യുന്നു, സെർവറിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ സെർവറിലേക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ സെർവർ ചെയ്യുന്നത്, അതായത് ക്യൂവിൽ നോക്കും, അതായത് ഇനി അടുത്തത് ഏത് പ്രോസസ്സുകളാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കും. അതെങ്ങനെയാ നോക്കുക, സിസ്റ്റത്തിലേക്ക് വന്നിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ട് അല്ലേ. ഫസ്റ്റ് ഏതാണോ വന്നിട്ടുള്ളത്, ഫസ്റ്റ് റിക്വസ്റ്റ് ഏതാണുള്ളത്, അതിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കും, ഈ ടോക്കൺ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യാം, അതിലേക്ക് CS ലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എൻട്രി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് പറയുന്നത്. If some processes are waiting in the queue, then the server chooses the oldest entry in the queue, remove it and reply to the corresponding process. ഓക്കെ, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം, എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ഫിഗർ കൂടെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ ഫിഗർ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ ഒരു സെർവർ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്, സെർവറിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. ദെൻ P1, P2, P3, P4 അങ്ങനെ പ്രോസസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ P1 എന്ത് വേണ്ട, റിക്വസ്റ്റ് ചെയ്യുന്നില്ല, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻട്രി ചെയ്യണ്ട. പകരം P2 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, റിക്വസ്റ്റ് ടോക്കൺ. ഇനി അപ്പൊ സെർവറിന് ഈ ഒരു റിക്വസ്റ്റിന് എങ്ങനെ റിപ്ലൈ ചെയ്യാം, അതായത് ടോക്കൺ കൊടുത്തിട്ടാണ് റിപ്ലൈ ചെയ്യണത് അല്ലേ. പക്ഷെ സെർവറിന് അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോ കറന്റ് ടോക്കൺ ആരുടെ കയ്യിലുള്ളത്, പ്രോസസ് P3യുടെ കയ്യിലാണ് ഉള്ളത്. അതായത് P3 ആണ് ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതല്ലായിരുന്നെങ്കിൽ, അതായത് വേറെ പ്രോസസ്സുകളൊന്നും, അതായത് ഇപ്പൊ P3 ഒന്നും ഇല്ല, ഒരു പ്രോസസ്സുകളും തൊട്ട് മുന്നായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ആരുടെ കയ്യിലുണ്ടാവും ടോക്കൺ, സെർവറിന്റെ കയ്യിലുണ്ടാവും. അപ്പോൾ P2ന് കൊടുത്തേനെ. പക്ഷേ ഇപ്പൊ എന്താ, ടോക്കൺ എന്ന് പറയുന്നത് P3യുടെയിലാണ് ഉള്ളത്. ഇനി P3യുടെ കേസ് നോക്കുമ്പോൾ P3 എന്ത് ചെയ്യുന്നുണ്ട്, സെർവറിലോട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. എന്താണ്, റിലീസ് ടോക്കൺ. അതായത് P3 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു, ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. റിലീസ് ടോക്കൺ, അതിന്റെ ടോക്കൺ എന്ത് ചെയ്യാണ്, റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ആർക്ക് പാസ് ചെയ്യാണ്, സെർവറിലേക്ക് പാസ് ചെയ്യണം. സെർവർ എന്ത് ചെയ്തു, അതിന്റെ ടോക്കൺ അതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, P2-നല്ല P4-ലേക്കാണ് എന്ത് ചെയ്യുന്നത്, ടോക്കൺ ഗ്രാൻഡ് ചെയ്യുന്നത്. കാരണം എന്താ, P2-നേക്കാളും തൊട്ട് മുന്നായിട്ട്, P4 ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടോക്കൺ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂ ഓഫ് റിക്വസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ 2-ന് മുന്നായിട്ട് ആരായിരുന്നു, 4 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്ന് ടോക്കൺ കിട്ടിയപ്പോൾ ദെൻ ആ ടോക്കൺ എന്ന് പറയുന്നത് എവിടേക്ക് കൊടുത്തു, P4-ലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് ടോക്കൺ. ഇനി P4 ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് പോയി, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു, എക്സിറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ P3 പോലെ P4-ഉം എന്ത് ചെയ്യും, സെർവറിലോട്ട് മെസ്സേജ് അയക്കും. അതായത് റിലീസ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടില്ലേ, അതിന്റെ കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് ആർക്ക് കിട്ടുള്ളൂ, പിന്നെ P2-ന് ടോക്കൺ കിട്ടുള്ളൂ. ഓക്കെ, സിമ്പിൾ ആയുള്ള കാര്യമാണ്, പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ബാൻഡ് വിഡ്ത്ത് നോക്കുമ്പോൾ എന്താണ്, entering takes 2 messages, request followed by a grant അല്ലേ. റിക്വസ്റ്റ് ആ ഒരു മെസ്സേജ് ഉണ്ട് അല്ലേ, അതായത് ടോക്കൺ കിട്ടണം, അതിനു വേണ്ടിയുള്ള റിക്വസ്റ്റ് മെസ്സേജ് ഉണ്ട്. പിന്നെ delayed by round trip time,
Exiting takes one release message and does not delay the exiting process. അതായത് ഫസ്റ്റ് തന്നെ അതിലേക്ക് ടോക്കൺ കിട്ടാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ തന്നെ കിട്ടുമോ? ഇല്ല അല്ലെ? വേറെ പ്രോസസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ടോക്കൺ സെർവറിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ കിട്ടില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ? പക്ഷെ അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ട് ടോക്കൺ പിന്നെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറി എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു എക്സിറ്റ് ആവാന്നുള്ളതാണ്. ആ എക്സിറ്റ് എന്നുള്ള പ്രോസസ്സിന് യാതൊരു ഡിലേയും സംഭവിക്കില്ല. അതായത് ആ ഒരു റിലീസ് ടോക്കൺ എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ, സെർവറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സെർവർ വേഗം തന്നെ എന്ത് ചെയ്യും? ടോക്കണ് റിലീസ് ചെയ്യും. അതിനെ കൊടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടോക്കൺ കൊടുക്കാനായിട്ടുള്ള ടൈം ഡിലേ മാത്രമേ വരുന്നുള്ളൂ. കാരണം എന്താ? മറ്റു പ്രോസസ്സുകൾ അതിൽ വരുന്നതുകൊണ്ട് അല്ലേ? ഓൾറെഡി റിക്വസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യൂവിൽ നോക്കണം ഏതിനാണ് ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ അതാണ് ബാൻഡ് വിഡ്ത്തിന്റെ കേസ് പറയുന്നത്. Then throughput is measured by synchronization delay, the round trip of a release message and grant message. ഓക്കെ, സിമ്പിൾ ആയുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് റിംഗ് ബേസ്ഡ് അൽഗോരിതം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ simplest way to arrange mutual exclusion between n processes without requiring an additional process is arrange them in a logical ring. അതായത് ഒരു അഡീഷണൽ പ്രോസസ്സ് ഇല്ലാതെ n പ്രോസസ്സുകളെ ലോജിക്കൽ റിംഗ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? പ്രോസസ്സുകളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറയണത്. ലോജിക്കൽ റിംഗ് യൂസ് ചെയ്തിട്ട് അഡീഷണൽ പ്രോസസ്സുകൾ ഇല്ലാതെ എന്ത് ചെയ്തിരിക്കുകയാണ്? n പ്രോസസ്സുകളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ each process pi has a communication channel to the next process in the ring. ഓരോ പ്രോസസ്സിനും അടുത്ത പ്രോസസ് ആയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത് pi+1 ഡിവൈഡ് ബൈ മോഡ് n. ഇനി ഇവിടെ ടോക്കൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടോക്കൺ ഇൻ ദി ഫോം ഓഫ് എ മെസ്സേജ് പാസ്ഡ് ഫ്രം പ്രോസസ് ടു പ്രോസസ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. അതായത് റിംഗ് സ്ട്രക്ചർ അറിയാം അല്ലെ? റിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതായത് സിംഗിൾ ഡയറക്ഷൻ ആണ് അല്ലെ? ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കാം അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കാം. ഇവിടെ എന്ന് പറയുന്നതാണ് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ടോക്കൺ എന്ന് പറയുന്നത് ഫോം ഓഫ് മെസ്സേജ് ആണ്. അതെന്ന് പറയുന്നത് പ്രോസസ് ടു പ്രോസസ് എന്ത് ചെയ്യുന്നു? സിംഗിൾ ഡയറക്ഷനിൽ, അതായത് ക്ലോക്ക് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്ത് പോകുന്നു. If a process does not require enter the CS when it receives the token, then it immediately forwards token to its neighbor. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സിലേക്ക് ടോക്കൺ വന്നു അപ്പോൾ അതിന് എന്ത് വേണ്ട? ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യേണ്ട. അപ്പോൾ എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ആ ടോക്കൺ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത നൈബറിലേക്ക് എന്ത് ചെയ്യുന്നു? ആ ടോക്കണിനെ ഫോർവേഡ് ചെയ്യുന്നു. ഇനി ആ പ്രോസസ്സിന് ഇപ്പോൾ വേണ്ടായിരുന്നു, പക്ഷെ അതിന് കുറച്ച് കഴിഞ്ഞിട്ട് അതിന് വേണമെന്ന് വിചാരിക്കുക. അതായത് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ പിന്നെ എന്ത് വേണ്ടി വരും? പെട്ടെന്ന് അതിലേക്ക് പോകാൻ പറ്റുമോ? തിരിച്ചു പോകാൻ പറ്റില്ല. അതായത് ടോക്കണ് അടുത്ത നൈബറിലേക്ക് കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റില്ല. ഇവിടെ എങ്ങനെയാണ്? സിംഗിൾ ഡയറക്ഷൻ ആണ്, ക്ലോക്ക് വൈസ് ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ആ ടോക്കൺ അതായത് ക്ലോക്ക് വൈസ് ആയിട്ട് ആ പ്രോസസ്സിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടി വരും. A process requires the token waits until it receives it but retains. Okay. ഇനി to exit the critical section, the process sends the token on to its neighbor. Okay. Critical section നിന്ന് അതായത് പ്രോസസ്സിന് എന്ത് കിട്ടി? ടോക്കൺ കിട്ടി. അപ്പം അതിന് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ടോക്കൺ യൂസ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്തു. ദെൻ എക്സിക്യൂഷൻ കഴിഞ്ഞു. ദെൻ ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് എന്ത് ചെയ്തു? എക്സിറ്റ് ആയി. എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതെന്ന് പറയുന്നത് ആ ടോക്കൺ അടുത്ത നൈബർ പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? അതിനെ സെൻഡ് ചെയ്യും. ഓക്കെ, ഇതാണ് റിംഗ് ബേസ്ഡ് അൽഗോരിതം. സിമ്പിൾ ആണ്. ഓക്കെ അപ്പൊ അതിന്റെ ഒരു ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, പ്രോസസ്സുകൾ എന്താ? ലോജിക്കൽ റിംഗ് വഴിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. P1 P2 P3 P4 അങ്ങനെ Pn. അപ്പോൾ പ്രോസസ്സുകളിലേക്ക് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യും? ടോക്കൺ എന്ന് പറയുന്നത് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ P1 എന്നുള്ള പ്രോസസ്സ് ടോക്കൺ വന്നു, പ്രോസസ്സ് യൂസ് ചെയ്തു, അതായത് അതിന് ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യണമായിരുന്നു, എൻ്റർ ചെയ്തു. ദെൻ
കംപ്ലീറ്റ് ആയി എക്സിറ്റ് ആയെങ്കിൽ ഈ ടോക്കൺ എന്ന് പറയുന്നത് എവിടേക്ക് കൊടുക്കും? P1 നിന്ന് P2ലേക്ക് കൊടുക്കും. ഇനി P1 സെയിം P1ൽ ടോക്കൺ ഉണ്ട്, അതിനെ എൻ്റർ ചെയ്യേണ്ട, ഫേസിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴും P2ലേക്ക് തന്നെ കൊടുക്കും. ഇനി P2ലേക്ക് കൊടുത്തതിന് ശേഷം പിന്നെ P1 എൻ്റർ ചെയ്യണമെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്ത് ചെയ്യേണ്ടി വരും? P1 വെയിറ്റ് ചെയ്യണം. അതായത് P2ൽ നിന്ന് പിന്നെ ടോക്കൺ എങ്ങോട്ട് പോകും? P3ലേക്ക് പോകും, P4ലേക്ക് പോകും, അങ്ങനെ പോയി ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന വരെ P1 എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സിമ്പിൾ ആയുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുമ്പോൾ continuously consume the bandwidth except when a process is inside the critical section. Exit only require one message. Then ഇവിടെ delay എന്ന് പറയുമ്പോൾ experienced by process is 0 message to n messages. Then throughput എന്ന് പറയുന്നതോ synchronization delay between one exit and next entry is anywhere from 1 to n message transmission. ഓക്കെ, എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമുള്ള കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതാണ് ബേസിക് ആയുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയത്, ക്രിട്ടിക്കൽ സെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അപ്പോൾ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ മൊഡ്യൂൾ 6 ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ആക്ച്വലി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാ സബ്ജക്റ്റും കൂടെ ഒരുമിച്ച് എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിങ്ങനെ മൊഡ്യൂൾ 6 വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് വന്ന കാരണം കൊണ്ടാണ് മൊഡ്യൂൾ 6 ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മൊഡ്യൂൾ 6 നമുക്ക് കംപ്ലീറ്റ് ആക്കാം, കുഴപ്പമില്ല. ഇനി കുറച്ച് ടോപ്പിക്കും കൂടെ ഉള്ളൂ. അൽഗരിതംസ് ഉണ്ട്, വേറെ അൽഗരിതംസ് ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.